ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഭക്തന്മാരെ അനുഗ്രഹിക്കാനും ഇതിനു വേണ്ടിയിട്ടാണ് ഒരു കാരണം തെരഞ്ഞിട്ട് ആൾക്കാർക്ക് മോക്ഷം കൊടുക്കുക. ഇതാണ് ഭഗവാന്റെ പണി കൃഷ്ണാവതാരത്തില്. ഭഗവാന് തിടുക്കാണ് മോക്ഷം കൊടുക്കാൻ. അപ്പോൾ ദുഷ്ടനായിട്ടാണ് വരുന്ന വെച്ചാൽ ദുഷ്ടത്തരം കാരണം ആ നിഗ്രഹിച്ചിട്ട് മോക്ഷം കൊടുക്കണു. ഭക്തനായിട്ടാണ് വരുന്ന വെച്ചാൽ സന്തോഷിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് മോക്ഷം കൊടുക്കണു. എന്തെങ്കിലും കാരണം തെരഞ്ഞിട്ട് മോക്ഷം കൊടുക്കുക. ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 88ാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഭംഗിയായിട്ട് ചെയ്യാൻ സജ്ജനങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പുയ്ക്കോട്ടെ കൂട്ടിടേണ്ട. മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തുഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നിൻ. ഓം ജനകായ നമ. ഓം ജനന്യേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. 88ാമത്തെ ദശകത്തിൽ ഭഗവാൻ ആ ഭക്തന്മാരെ അനുഗ്രഹിച്ച കുറച്ചുകൂടി കഥകൾ ഇവിടെ പറയുകയാണ്. ആദ്യം തന്നെ തൻ്റെ അമ്മയായിട്ടുള്ള ദേവകീ ദേവിക്ക് നമുക്കറിയാം, ഭഗവാൻ ജനിക്കുന്നതിന് മുൻപ് 6 പുത്രന്മാരെ ആ സഹോദരനായിട്ടുള്ള കംസൻ്റെ കൈകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. വസുദേവരെ വാക്ക് കൊടുത്തിരുന്നു കംസന് ദേവകിയെ വധിക്കാൻ പുറപ്പെട്ട സമയത്ത്, ദേവകിയെ വധിക്കരുത്, അങ്ങേക്ക് ദേവകിയുടെ പുത്രന്മാരിൽ നിന്നല്ലേ ഭയം, അപ്പോൾ ഓരോ പുത്രൻ ഉണ്ടാവുമ്പോഴും അങ്ങേക്ക് കൊണ്ടുവന്ന് തരാം. അങ്ങനെ കൊണ്ടേ കൊടുത്ത് ആ കംസൻ വധിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ആ ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന ആ കാലത്ത് ദേവകീ ദേവി വന്നിട്ട് ചോദിക്കുകയാണ്, ഭഗവാൻ ആ ഗുരുപുത്രനായിട്ടുള്ള ആ സന്ദീപനിയുടെ പുത്രനെ അവിടെ തിരിച്ചു വന്ന് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞുവല്ലോ. ആ ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുപുത്രനെ, മരിച്ചുപോയ ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടു കൊടുത്തു. അപ്പോൾ അങ്ങനെ അങ്ങേക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ എൻ്റെ മരിച്ചുപോയ 6 പുത്രന്മാർ അവരെ ഒരു തവണയൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ ശരി എന്നാ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആവാം എന്നുള്ള ഭാവത്തിൽ സുതലം എന്ന് പറയുന്ന ലോകത്തേക്ക് ചെല്ലുകയാണ്. മഹാബലി വാഴണ ആ സുതലത്തിൽ അവിടെയാണ് ആ 6 പുത്രന്മാരുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് മഹാബലിയുടെ അനുവാദത്തോടു കൂടി അവിടെ ആ പുത്രന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ദേവകീ ദേവിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പൂർവ്വകഥ പറയുകയാണ്, ഇവർ ശരിക്കും മരീചിയുടെ 6 പുത്രന്മാരായിരുന്നു. ബ്രഹ്മാവിൻ്റെ ശാപം കാരണം അവർക്ക് അസുരയോനിയിൽ വന്ന് പറക്കേണ്ടി വന്നു. ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ജന്മത്തിലാണ് ഇവിടെ ദേവകീ വസുദേവന്മാരുടെ പുത്രന്മാരായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അവിടെ കാണിച്ചു തരികയാണ്, ആദ്യം അവർ പ്രഹ്ലാദൻ്റെ സഹോദരന്മാരായിട്ടാണ് ജനിച്ചത്. അങ്ങനെ ഭക്തനുമായിട്ടുള്ള ആ ഒരു സംസർഗം വന്നപ്പോൾ പിന്നെ അവർക്ക് പ്രമോഷൻ കിട്ടിയെന്ന്, അടുത്ത ജന്മത്തിൽ ഭഗവാന്റെ സഹോദരന്മാരായിട്ട് ജനിക്കാൻ പറ്റി. ആദ്യം ഭക്തന്റെ സഹോദരന്മാരായിട്ടായിരുന്നു, അടുത്ത ജന്മത്തിൽ ഭഗവാന്റെ സഹോദരന്മാരാവാൻ സാധിച്ചു. പക്ഷെ അവരുടെ കർമ്മം കാരണം അവർക്ക് അധികകാലം ഇവിടെ ഭൂമിയിൽ ജീവനോടെ നിൽക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് ആ കർമ്മം കാരണം കംസന്റെ കൈകൊണ്ട് വധിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് പിന്നെ ഈ സുതലത്തിൽ വന്ന് വസിക്കുന്നതും. ഇപ്പോൾ ഈ ദേവകീ ദേവിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ വന്ന് അവരെ ആ ദേവകീ ദേവിയുടെ മുൻപിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് അവർക്ക് പിന്നീട് സ്വസ്ഥാനത്തേക്ക് പഴയതുപോലെ പോകാനും സാധിച്ചു. ആ ശാപമോക്ഷം കിട്ടി എന്നാണ് പറയുക. അപ്പം അങ്ങനെ ആ കഥ പറഞ്ഞു. അതിനുശേഷം പിന്നെ പറയുന്നതാണ്, ഭഗവാന്
വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലേ. ഭഗവാന് ഒരു ഭക്തൻ കൂടുതൽ പ്രിയം അല്ലെങ്കിൽ ഒരു ഭക്തനോട് കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയുകയാണ്. പണ്ട് ദ്വാരകയിൽ മിഥിലയിൽ നിന്ന് 2 ഭക്തന്മാർ വന്നു എന്നാണ് പറയുക. ഒരാൾ ഒരു ബ്രാഹ്മണനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ശ്രുതദേവൻ എന്നാണ്. മറ്റത് രാജാവായിട്ടുള്ള ബഹുലാശ്വനാണ്. അപ്പോൾ അവർ 2 പേരും ദ്വാരകയിൽ വന്നിട്ട് ഭഗവാൻ തങ്ങളുടെ ഗൃഹത്തേക്ക് വരണം, ഭഗവാൻ ആതിഥ്യം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ 2 പേർക്കും വാക്ക് കൊടുത്തു എന്നാണ്, ഞാൻ വരാം. പക്ഷെ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വാക്ക് കൊടുത്തിട്ടുള്ള ദിവസവും സമയവും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കൊക്കെ അതിശയം തോന്നിയെന്നാ, ഇങ്ങനെയാ 2 സ്ഥലത്തേക്ക് ഒരേ സമയത്ത് പോവുക. പക്ഷെ ഭഗവാന് അങ്ങനെ ഒരു അതിശയം തോന്നേണ്ട ആവശ്യമില്ല. ഭഗവാനുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു അതിശയം തോന്നേണ്ട ആവശ്യമില്ല. കാരണം 16,008 സ്വരൂപങ്ങൾ സ്വീകരിച്ച് അത്രയും പത്നിമാരുടെ കൂടെ വിഹരിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ 2 സ്വരൂപം സ്വീകരിച്ച് 2 ഭക്തന്മാരുടെ അടുത്തേക്ക് പോകാനാണോ ബുദ്ധിമുട്ട്? എന്തായാലും ഭഗവാൻ വാക്ക് കൊടുത്തതിനനുസരിച്ച് മഹർഷിമാരോടുകൂടി മിഥിലേക്ക് വന്നു എന്നാണ് പറയുക. അങ്ങനെ സമയമായ സമയത്ത് ഭഗവാൻ 2 സ്വരൂപങ്ങളിലേക്കായി മാറി. ഒരു സ്വരൂപം ആ ബ്രാഹ്മണന്റെ ഗൃഹത്തേക്കും പോയി, മറ്റേ സ്വരൂപം രാജാവിൻ്റെ ഗൃഹത്തേക്കും പോയി. രാജാവ് ബഹുലാശ്വൻ എന്നുള്ള രാജാവ് അദ്ദേഹത്തിൻ്റെ ആ കഴിവനുസരിച്ച്, അദ്ദേഹം രാജാവായത് കാരണം സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ ആ ഒരു പാകത്തിന് അതിഗംഭീരമായിട്ടുള്ള സൽക്കാരമാണ് ഭഗവാന് കൊടുത്തത്. ആ സൽക്കാരം ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ശ്രുതദേവനാണെങ്കിൽ ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം അന്നത്തെ ദിവസത്തെ ആ ജീവിതവൃത്തി കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഫലങ്ങൾ അത് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. അത് അദ്ദേഹം ആ ഭഗവാന്റെ കാൽക്കൽ അതേപോലെ സമർപ്പിച്ചു എന്നാണ്. അതും ഭഗവാൻ അതേപോലെ തന്നെ സ്വീകരിച്ചു. ഇവിടെ പറയുകയാണ് 2 പേരെയും ഒരേപോലെ അനുഗ്രഹിച്ചു, മോക്ഷം കൊടുത്തു എന്നാണ്. കാരണം എന്താ? 2 പേരും അവരവരുടെ കഴിവനുസരിച്ച് സമ്പൂർണവും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചു. അതിനാണ് പ്രാധാന്യം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഭഗവാന് ഈ ഒരു വഴിപാട് ചെയ്യാനുള്ള കഴിവില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കണില്ലല്ലോ, അങ്ങനെയുള്ള വിഷമം നമുക്ക് ആവശ്യമില്ല എന്നാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവം മാത്രമേ ഭഗവാൻ നോക്കണുള്ളൂ. നമ്മുടെ കഴിവനുസരിച്ച് എന്ത് സാധിക്കുമോ അത് പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക, അത്ര മാത്രമേ വേണ്ടുള്ളൂ ഭഗവാൻ സന്തോഷിക്കാമെന്ന് കാണിക്കുകയാണ്. ഇവിടെ രാജാവിനും ഈ ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണനും ഒരേപോലെ അനുഗ്രഹം ഭഗവാൻ കൊടുത്തതിൻ്റെ ഉദാഹരണം അതിനായിട്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു കഥ പറഞ്ഞു. ഭഗവാന് മാറ്റം വ്യത്യാസമില്ല ഭക്തന്മാർ തമ്മിൽ, എല്ലാവരിലും ഭഗവാൻ സന്തോഷിക്കണു അവരുടെ ഭാവം അനുസരിച്ച് എന്ന് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസിദ്ധമായിട്ടുള്ള സന്താനഗോപാലം കഥ പറയുന്നത്. അപ്പോൾ ആ ദ്വാരകയിൽ ഭഗവാൻ അങ്ങനെ വസിക്കുന്ന കാലത്ത് ഭഗവാൻ വാണിരുന്ന ആ ലോകത്ത്, ആ ദ്വാരകയിൽ പ്രദേശത്ത് യാതൊരു വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല, ഒരു ബ്രാഹ്മണൻ ഒഴിച്ച് എന്ന് പറയുകയാണ്. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉണ്ണി ഉണ്ടാവും, ആ ഉണ്ണി മരിക്കും, വീണ്ടും ഉണ്ണി ഉണ്ടാവും, ഉണ്ണി മരിക്കും. ഇങ്ങനെ ഓരോ തവണ ഉണ്ണി ഉണ്ടായിട്ട് മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൊട്ടാരത്തിൻ്റെ മുൻപിൽ വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ വിലപിക്കും, ഉണ്ണി പോയതിൻ്റെ വിഷമം. ആദ്യമൊക്കെ ഭഗവാൻ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുന്നതാണ്. എന്താ ഇപ്പോൾ ചെയ്യുക, കർമ്മഫലം, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, വിധി അങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കും. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു പോവും. ഇതേപോലെ വീണ്ടും ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഉണ്ണി മരിക്കും. ഇങ്ങനെ 8 ഉണ്ണികളെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാണ് പറയുക. ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അധികം വൈകാതെ ഈ ഉണ്ണികൾ മരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് ദ്വാരകാവാസികൾക്ക് തന്നെ ഒരു വിഷമം തോന്നി തുടങ്ങിയെന്നാണ്. കാരണം ഭഗവാനെ സാധിക്കാത്തത് എന്താ? അപ്പോൾ ഈ കഥ പറയുമ്പോൾ നമുക്കും തോന്നും, ഭഗവാൻ വന്നിട്ട് വിധിയല്ലേ കർമ്മല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ ശരിയാവുക? ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലല്ലേ നമ്മൾ പറഞ്ഞത് ദേവകിക്ക് മരിച്ചുപോയ 6 കുട്ടികളെ തിരിച്ചു കാണിച്ചു കൊടുത്ത ആളാണ്, മരിച്ചുപോയ ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടു കൊടുത്ത ആളാണ്. അപ്പോൾ ഭഗവാൻ എന്താ ഇപ്പോൾ സാധിക്കായോ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ഇതേപോലെ തന്നെ ദ്വാരകാവാസികൾക്കും തോന്നിയെന്ന ഒരു സങ്കടം തോന്നി ഈ ബ്രാഹ്മണന്റെ കഥ കണ്ടപ്പോൾ. എന്താ ഭഗവാൻ ഒന്നും ചെയ്യാത്തത്, എന്താണ് ഉപേക്ഷിക്കുന്നത് ഈ ബ്രാഹ്മണനെ എന്നുള്ള ഒരു വിഷമം തോന്നിയെന്നാണ്. മേൽപ്പത്തൂർ പറയുകയാണ്, ഇത് ഈ ബ്രാഹ്മണനെ ഉദ്ദേശിച്ച് അങ്ങ് നടത്തുന്ന ലീലയല്ല, അതിലൊരു റോള് ഈ ബ്രാഹ്മണൻ കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിനെ ഉദ്ദേശിച്ചിട്ടുള്ള ആളാരാന്ന് വെച്ചാൽ ആ പാർത്ഥൻ, അർജുനന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീല എന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ അർജുനൻ നമുക്കറിയാം ഭഗവാന്റെ സഹോദരിയുടെ ഭർത്താവാണ്, സുഭദ്രയുടെ ഭർത്താവാണ്, ഭഗവാന്റെ ഉറ്റ മിത്രമാണ് അല്ലേ. അങ്ങനെയുള്ള അർജുനന് അദ്ദേഹവും അതെ ഭഗവാന്റെ അടുത്തുനിന്ന് ഗീതയൊക്കെ സ്വീകരിച്ച ആളാണ് അല്ലേ. മഹാഭാരത യുദ്ധം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാ, വിശ്വരൂപം കണ്ടു ഭഗവാൻ ഗീത പകർന്നു കൊടുത്ത ആളാണ് അർജുനൻ. പക്ഷേ രസം എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ തന്നെ മായയിൽ പെട്ടിട്ട് മറക്കുകയാണ്. ഭഗവാൻ സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഭാവത്തിൽ വീണ്ടും അർജുനന് അഹങ്കാരം വർദ്ധിക്കണമെന്ന് കണ്ട സമയത്ത്
തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നശിക്കുന്നത് തനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അല്ലേ. അപ്പം അത് കാരണം തന്നെ ആ അർജുനൻ നശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആടിയ ലീലയാണ് ഈ സന്താന ഗോപാലം എന്നാണ് പറയുക. അപ്പോൾ ബ്രാഹ്മണന്റെ കുട്ടികളും ഒരിക്കലും അർജുനനും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളൊരു ചോദ്യം വരില്ലേ. അപ്പോൾ അർജുനൻ ഇനി വരാൻ പോണേ ഉള്ളൂ കഥയ്ക്ക്. എന്താന്ന് വെച്ചാൽ ഈ 8ാമത്തെ പുത്രനും മരിച്ചു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് അർജുനൻ ഈ സമയത്ത് ദ്വാരകയ്ക്ക് വരികയാണ്. അപ്പോൾ മിത്രമായിട്ടുള്ള ആ ഭഗവാന്റെ കൂടെ കുറച്ചു കാലം കഴിയാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ വന്ന സമയത്താണ് ഈ 9ാമത്തെ പുത്രനും ഉണ്ടായിട്ട് മരിച്ചിട്ടുള്ള വിലാപം ഈ ബ്രാഹ്മണൻ അവിടെ വന്നിട്ട് കരയുകയാണ്. ഇങ്ങനെ കരയണ സമയത്ത് അർജുനന് അത്ഭുതം തോന്നിയതാണ്. ഇതെന്താ ഇത് ഇങ്ങനെ അല്ലേ, ഭഗവാൻ നാഥനായിട്ടുള്ള ദ്വാരകയിൽ യാതൊരു ദുഃഖങ്ങളും പാടില്ല, ബാലമരണമൊന്നും തീരെ പാടില്ല. അപ്പൊ ഇത് ഇങ്ങനെ വന്നത് അല്ലേ, ഈ ബ്രാഹ്മണനെ എന്താണ് ആരും സഹായിക്കാനില്ലാത്തത്, രക്ഷിക്കാനില്ലാത്തത് എന്നുള്ള ഭാവത്തില്. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ട് സഹായിക്കണില്ല എന്നുള്ളൊരു ചോദ്യം അർജുനന്റെ മനസ്സിൽ തോന്നി. പിന്നെ തോന്നി ഭഗവാൻ ഇപ്പൊ ഇവിടെ അത്ര ശക്തിയൊക്കെ അല്ലേ, തന്നെ പോലെ വില്ലാളി വീരനൊന്നുമല്ലല്ലോ ഭഗവാൻ. താൻ മഹാഭാരത യുദ്ധം 18 ദിവസം ഈ ശത്രുക്കളെ എല്ലാവരെയും പരാജയപ്പെടുത്തിയിട്ട് ആ വിജയിയായിട്ട് വന്ന ആളാ, വിജയൻ തന്നെയാണ് പേര് അല്ലേ, അങ്ങനെയുള്ള അർജുനൻ. അപ്പോൾ തൻ്റെ അത്രയൊന്നും ശക്തി ഭഗവാനില്ലല്ലോ. അത് ഒരുപക്ഷെ അതുകൊണ്ടാവാം ഈ 9 കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറ്റിയത്. എന്തായാലും ഇനി ഉണ്ടാവില്ല എന്നുള്ള ഭാവത്തിൽ അർജുനൻ ഈ ബ്രാഹ്മണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അങ്ങേക്ക് വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി, പേടിക്കണ്ട, അടുത്ത ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ അന്തം വിട്ട് ഇയാളിങ്ങനെ നോക്കുക, ഇതിപ്പോൾ ആരാ, ഇതുവരെ ഞാൻ ഈ 9 പ്രാവശ്യം വന്നപ്പോഴും ഭഗവാൻ വന്നിട്ടില്ല, ബലഭദ്രർ വന്നിട്ടില്ല, പ്രദ്യുമ്നൻ വന്നിട്ടില്ല, അനിരുദ്ധൻ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല രക്ഷിക്കാൻ. ഇയാളിപ്പോൾ ആരാ പെട്ടെന്ന് വന്നിട്ട് ഞാൻ രക്ഷിക്കാന്ന് പറയണേ, അപ്പം താൻ ആരാന്ന് ചോദിച്ചു. അപ്പം തന്നെ അഹങ്കാരം കുറച്ചൊന്ന് ഉടഞ്ഞു. തന്നെക്കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു ഭാവമായിരുന്നു അർജുനന്. അപ്പൊ എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ, വില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ് ഞാൻ, മധ്യമ പാണ്ഡവൻ, കേട്ടിട്ടില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഇത്ര ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ തന്നെ കുറച്ചൊന്ന് ഉടഞ്ഞു. എന്തായാലും പറയുകയാണ്, അങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്നാ പിന്നെ തൻ്റെ മാഹാത്മ്യം കാണിക്കുക തന്നെ വേണം എന്നുള്ള ഭാവത്തിൽ പറയുകയാണ്, അങ്ങേക്ക് ഇനിയും ഒരു പുത്രൻ ഉണ്ടാവാനുള്ള സാധ്യത, അതായത് പത്നി വീണ്ടും ഗർഭിണിയാവുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയൂ, 10ാമത്തെ പുത്രനെ ഞാൻ വന്ന് രക്ഷിക്കും, ഉറപ്പ് തരികയാണ്. ഇനി അഥവാ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ബ്രാഹ്മണൻ. കാരണം ഇത്രയും കുട്ടികളെ ഇപ്പം നഷ്ടപ്പെട്ട ആളാണ്, ഭഗവാൻ അടക്കം ഇടപെടാത്ത കേസാണ്. അപ്പോൾ എന്ത് ഉറപ്പാണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് അർജുനൻ, ഞാൻ രക്ഷിക്കുന്ന ഞാൻ വാക്ക് തരികയാണ്, ഇനി എനിക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുന്ന വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾക്ക് ഇത്തിരി സമാധാനമായി. അങ്ങനെ ബ്രാഹ്മണൻ തിരിച്ചുപോയി. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വന്നിട്ട് അർജുനന് വിവരം കൊടുക്കുകയാണ്, പത്നി വീണ്ടും ഗർഭിണിയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. അപ്പോൾ ഈ സന്ദർഭത്തിൽ ദ്വാരകയിൽ തന്നെ താമസിക്കുന്ന അർജുനനെ ഭഗവാനോടൊന്ന് പോയി പറയാം, ഇങ്ങനെ ഒരു വിഷയമുണ്ട് അല്ലേ, നമുക്കൊന്ന് പോയിട്ട് സഹായിക്കല്ലേ എന്നൊന്ന് ചോദിക്കാം. പക്ഷെ അർജുനൻ ആ അഹങ്കാരം കാരണം ഭഗവാനെ ഇതിൽ ഇടപെടുത്തണില്ല അല്ലേ. തൻ്റെ കേമത്വം കൊണ്ട് തന്നെ അല്ലേ, ഭഗവാന് പോലും സാധിക്കാത്തൊരു കാര്യം അർജുനന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ക്രെഡിറ്റ് ഇല്ലേ. അപ്പോൾ ആ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ വിവരം അറിയിക്കണില്ല. എന്തായാലും അർജുനൻ പറയുന്നു, ശരി, ആ പ്രസവകാലം ആവണ സമയത്ത് പറയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ തിരിച്ചു വിടുകയാണ്. അങ്ങനെ ആ പ്രസവകാലം ആയ സമയത്ത് അർജുനൻ ഇദ്ദേഹത്തിൻ്റെ ആ ഇല്ലത്ത് വന്ന സൂതികാഗ്രഹത്തിൻ്റെ ചുറ്റും ബാണം കൊണ്ടൊരു കുടീരം ഉണ്ടാക്കുകയാണ്. അപ്പം ഈ ഒരു സൂതികാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് മരണം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മരണം പോയിട്ട് വായു പോലും അർജുനൻ്റെ ആ ഒരു പെർമിഷൻ ഇല്ലാണ്ട് അല്ലേ, അനുവാദം ഇല്ലാണ്ട് അങ്ങോട്ട് കടക്കില്ല. ആ ഒരു അവസ്ഥയിൽ അവിടെ ആ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് ഒരു കുടീരം ഉണ്ടാക്കി എന്നാണ് അതിൻ്റെ ചുറ്റും. അങ്ങനെ അർജുനൻ പുറത്ത് കാവല് നിൽക്കുകയാണ്. എന്തെങ്കിലും ദുഃഖം വരികയാണെന്നുണ്ടെങ്കിൽ, പ്രതിബന്ധം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ യുദ്ധം ചെയ്യാൻ, കാലത്തിനെ യുദ്ധം ചെയ്യാനായി കൊണ്ട് പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ബ്രാഹ്മണപത്നി പ്രസവിച്ചു. കുട്ടി കരയുന്ന ശബ്ദം കേട്ടു. വലിയ സന്തോഷമായി എല്ലാവർക്കും. പക്ഷെ ഒരു നിമിഷത്തിനേ ഉണ്ടായുള്ളൂ എന്നാ. അടുത്ത നിമിഷം അവിടെ ആ സ്ത്രീകൾ, ആ ബ്രാഹ്മണപത്നിയും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ എല്ലാവരും കൂടി നിലവിളിക്കുന്ന ശബ്ദമാണ് കേട്ടത്. ബ്രാഹ്മണൻ എന്താണാവോ എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് ഓടി ചെന്നപ്പോൾ സാധാരണഗതിക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ശരീരമെങ്കിലും ബാക്കി ഉണ്ടാവാറുണ്ട്, ശവമെങ്കിലും ബാക്കി ഉണ്ടാവാറുണ്ട്. ഇത്തവണ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കുട്ടി ജനിച്ചു, കരഞ്ഞു ഒക്കെ ഉണ്ടായി, പക്ഷെ ശരീരത്തോടു കൂടി അങ്ങോട്ട് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. ഇതെന്താപ്പത് കഥ അല്ലേ. ബ്രാഹ്മണൻ അങ്ങോട്ട് ദേഷ്യം വന്നു എന്നാണ്. പുറത്തേക്ക് വന്നിട്ട് അർജുനനെ അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങി. എന്ത് വില്ലാളി വീരത്താണ് നിനക്കുള്ളത്, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, നീ മധ്യമ പാണ്ഡവനാണ്, അതാണ് ഇതാണ്, എന്തൊക്കെ ഒരു പ്രഹസനം നീ എൻ്റെ മുന്നിൽ നടത്തി. എന്നിട്ട് ഇപ്പൊ സാധാരണഗതിക്ക് എനിക്ക് ആ കുട്ടിയുടെ ശരീരമെങ്കിലും കിട്ടാറുണ്ട്, ഇത്തവണ അതുപോലും ഇല്ല, ശരീരം പോലും എനിക്ക് ബാക്കി കിട്ടിയില്ല എന്നാണ്.
ഇനി നീ ഒരു കാര്യം ചെയ്യണം, നീ പറഞ്ഞതൊന്നും സത്യമല്ല എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായി. നിന്റെ ആ ഒരു ശൗര്യവും കാര്യങ്ങളൊക്കെ, യുദ്ധത്തിന്റെ പ്രാവീണ്യതൊക്കെ, അതൊക്കെ വ്യാജാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരു കാര്യത്തിലെങ്കിലും നീ സാമർഥ്യം കാണിക്കുന്ന, നീ പറഞ്ഞ വാക്ക് നീ പാലിക്കുക. എൻ്റെ കുട്ടിയെ നിനക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് നീ അഗ്നിയിൽ ചെന്ന് ചാവുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ക്രോധത്തിന് നീ കാരണക്കാരനാവും എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അർജുനൻ ആകെ അന്തം വിടുകയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ അർജുനനെ ശകാരിക്കുന്നത് അല്ലേ. ഇതുവരെ എല്ലാറ്റിലും ആ മികവുറ്റതായിട്ട് നിന്ന് അല്ലേ, ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അല്ലേ, എല്ലാ കാര്യത്തിലും അർജുനന്റെ ഒരു കേമത്തം കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്ക് ആദ്യമായിട്ട് ഒരു അപമാനം എന്ന് മാത്രമല്ല, താൻ പറഞ്ഞ വാക്ക് അവിടെ പാലിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അർജുനന് മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. അപ്പോഴും തോന്നിയില്ല എന്നാ ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ. അർജുനൻ ലോകമായിട്ടുള്ള ലോകം മുഴുവൻ തെരഞ്ഞു നോക്കിയെന്നാണ് ആ കുട്ടീനെ. ഇന്ദ്രന്റെ അടുത്ത് ചെന്നു, സ്വർഗത്തിൽ ചെന്നു, മറ്റുള്ള ദിക്പാലകന്മാരുടെ അടുത്ത് ചെന്നു, ധർമ്മദേവൻ അല്ലെ, മൃത്യുവിന്റെ ദേവനായിട്ടുള്ള കാലന്റെ അടുത്ത് വരെ ചെന്ന് ചോദിച്ചു എന്നാണ്. ആ കുട്ടി എവിടെയെന്ന് ചോദിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അതിശയായി, എവിടെ പോയി കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ ഈ ശകാരമൊക്കെ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത്. പക്ഷെ എവിടെ പോയാലും ആ കുട്ടിയെ കാണാനില്ല, തിരിച്ചു കൊണ്ടേ കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആകെ നിരാശനായിട്ട് അർജുനൻ പറഞ്ഞ വാക്കെങ്കിലും പാലിക്കാന്നുള്ള ഭാവത്തിലല്ലേ, ആ യുദ്ധത്തിലൊക്കെ 18 ദിവസം ഗംഭീരമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ആളാ. അന്ന് മരണം കിട്ടിയില്ല അല്ലെ, വീരമൃത്യു കിട്ടിയില്ല. ഇനിയിപ്പോ ഇങ്ങനെ ഒരു പരാജയപ്പെട്ടിട്ട് അപമാനിതനായും കൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചിട്ടാവണം എൻ്റെ മൃത്യു തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള ഭാവത്തില് അഗ്നിയൊക്കെ കൂട്ടിയിട്ട് അതിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പുറപ്പെടുക. അപ്പൊ കാലങ്ങോട്ട് വെക്കണേന് മുൻപ് ഹൃദയത്തിൽ ഒരു ശബ്ദം അങ്ങോട്ട് തോന്നിയെന്നാണ്, എൻ്റെ കൃഷ്ണ എന്നങ്ങോട്ട് തോന്നിയെന്നാണ്. ഇതാദ്യം തോന്നിയാൽ മതിയായിരുന്നു, ഇതാണ് കുഴപ്പം അല്ലേ. ആ കൃഷ്ണ എന്നങ്ങോട്ട് മനസ്സിലേക്ക് തോന്നലും പെട്ടെന്ന് ആ അഗ്നിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പുറപ്പെടുന്ന അർജുനനെ ബലിഷ്ഠായിട്ടുള്ള ഒരു കൈ അങ്ങോട്ട് പിന്നിക്ക് പിടിച്ചു വലിച്ചു. അർജുനൻ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആരെയാണോ വിളിച്ചത് ഇതാ മുന്നിൽ നിൽക്കണു, കൃഷ്ണനാണ്. അപ്പൊ എന്താ അർജുന ഈ കാണിക്കണതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് സാധിച്ചില്ല കൃഷ്ണ, ഞാൻ തോറ്റു, ഞാൻ ആകെ പരാജയപ്പെട്ടു, ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു, എനിക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല, കുട്ടീനെ ഞാൻ എല്ലായിടത്തും തെരഞ്ഞു, പറ്റിയില്ല. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, നീ എന്തിനെത്ര പരിഭ്രമിക്കുന്നത്, കുട്ടിയെ കൊടുത്താൽ പോരെ, അതിനിപ്പോൾ വഴി ഉണ്ടാക്കാം നമുക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ പറയില്ല, ഞാൻ എല്ലായിടത്തും തെരഞ്ഞു, 14 ലോകത്ത് ഞാൻ പോയി തെരഞ്ഞു, പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയാണ്, അർജുന നിനക്കറിയാത്ത ലോകങ്ങളും ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും പാർത്ഥസാരഥിയാവുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ ആ രഥത്തിൽ ഭഗവാൻ കയറി, അർജുനൻ പിന്നിൽ കയറി. അർജുനൻ ഇപ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ. എന്തായാലും അങ്ങനെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് ആ രഥം അങ്ങനെ പോയി 7 സമുദ്രങ്ങളും കടന്ന് പിന്നെ പെട്ടെന്ന് അന്ധകാരം വന്നു എന്നാണ് പറയുക. അങ്ങനെ അന്ധകാരം വന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ചക്രായുധത്തിനെ സ്മരിച്ചു. ആ ചക്രത്തിന്റെ ആ ഒരു പ്രഭയിൽ വീണ്ടും വെളിച്ചം കാണാൻ തുടങ്ങി. കുറച്ചു ചെന്നപ്പോൾ ആ ചക്രത്തിന്റെ തീക്ഷ്ണതയുണ്ട് അല്ലെ, ആ ചൂടുകൊണ്ട് അർജുനന് കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കുറച്ചും കൂടി ചെന്ന സമയത്ത് ഭഗവാൻ തന്നെ തട്ടി ഉണർത്തുകയാണ് അർജുനനെ. കണ്ണു തുറക്കൂ അർജുന, നോക്കൂ, മുന്നോട്ട് നോക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ തുറന്ന് നോക്കിയ സമയത്താണ് സാക്ഷാൽ വൈകുണ്ഠ ലോകത്തേക്ക് അർജുനനെ കൊണ്ടുപോയി എന്നാണ്. അവിടെ ആ ചതുർബാഹുകനായിട്ട് പത്മനാഭ സ്വരൂപനായിട്ട് ഇതേ ഭഗവാൻ അല്ലെ, കൃഷ്ണൻ ആരാണോ അതേ ഭഗവാൻ തന്നെയാണ് ശ്രീഹരിയായിട്ട് അവിടെ അനന്തശായിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ആ കൃഷ്ണാർജുനന്മാർ വന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ആ പത്മനാഭൻ അവിടുന്ന് എഴുന്നേറ്റ് ഇരുന്നും കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറയും. അതാണ് പൂർണ്ണത്രയീശന്റെ സ്വരൂപം എന്ന് പറയാറുണ്ട്. ഇതേ സ്വരൂപത്തില് ആദിശേഷന്റെ മുകളിൽ തന്നെ ഇരുന്നും കൊണ്ട് ആ പത്മനാഭൻ കിടക്കണ പത്മനാഭൻ ഒന്ന് എണീറ്റ് ചമ്രം പിടിഞ്ഞിരുന്ന എങ്ങനെയാ, അതാണ് പൂർണ്ണത്രയീശൻ എന്നാ പറയുക. ആ ഭാവത്തിലാണ് കൃഷ്ണാർജുനന്മാരെ അനുഗ്രഹിക്കുന്നത് എന്നാ പറയുക. അപ്പൊ അർജുനൻ അവിടെ ചുറ്റും നോക്കി, ഈ ഭഗവാനെയും ലക്ഷ്മി ദേവിയെ നമസ്കരിച്ചതിന് ശേഷം ചുറ്റും നോക്കുമ്പോൾ എന്താ, ഈ 10 കുട്ടികളും അല്ലെ അവിടെ കളിക്കുന്നുണ്ട് എന്നാണ്. ഈ ലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും കൂടെ ഈ വൈകുണ്ഠത്തിൽ കളിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ പൂർണ്ണത്രയീശൻ പറയുകയാണ്, നിങ്ങളെ നരനാരായണന്മാരുടെ തന്നെ പുനർജന്മമാണ് കൃഷ്ണാർജുനന്മാരെന്നാണ് പറയുക. അപ്പം അങ്ങനെയുള്ള നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ആടിയൊരു ലീലയാണിത്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ, കുട്ടികൾക്ക് ആപത്തൊന്നുമില്ല, ബ്രാഹ്മണന് തിരിച്ചു കൊണ്ടേ കൊടുത്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ അർജുനനെ അനുഗ്രഹിച്ചും കൊണ്ട് അവിടെ ആ കുട്ടികളെ, ഒരു കുട്ടിയെ വിചാരിച്ചിട്ട് ഒരു കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടാണ് അർജുനൻ വന്നതെന്നുണ്ടെങ്കിൽ 10 കുട്ടികളെ തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണ്. അതാണ് ഭഗവാനെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് ആഗ്രഹിക്കുന്നത് ഭഗവാൻ 10 ഇരട്ടിയായിട്ടാണ് നമുക്ക് തരിക. പക്ഷെ സർവാത്മന സമർപ്പിക്കണം എന്ന് മാത്രം, അങ്ങനെയാണ് ആശ്രയിക്കേണ്ടത് ഭഗവാനെ. ഈ സമയത്ത് ആ 10 കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബ്രാഹ്മണൻ അങ്ങോട്ട് കൊടുക്കണ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായി ഒരു സന്തോഷം അല്ലേ, അർജുനന്റെ തലയിൽ കൈവച്ചും കൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട്.
എല്ലാവിധ നന്മകളും വന്നു ചേരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ ആ 10 കുട്ടികളെ കിട്ടിയ സന്തോഷത്തിൽ, ഈ ഭാഗമൊക്കെ ശരിക്കും കഥകളിയിലൊക്കെ കാണേണ്ട ഭാഗം തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ അർജുനനെ അവിടെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ അർജുനൻ മനസ്സിലാക്കുകയാണെന്നാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആ ഭാഗം. യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. എന്തെങ്കിലും ഒരു പൗരുഷം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃഷ്ണൻ്റെ അനുകമ്പ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാനല്ല ഇതൊന്നും ചെയ്യണത്, ഞാൻ ചെയ്യാൻ പ്രയത്നിക്കണു. ആ പ്രയത്നിക്കാനുള്ള ശക്തി, അതേപോലെ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണ ആ വിജയത്തിൻ്റെ ആ ഹേതു, ഇത് രണ്ടും ആ ഭഗവാന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്. അപ്പോൾ ഞാൻ പ്രയത്നിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അത് വിജയത്തിലെത്തുന്നത് ഭഗവാന്റെ ആ കടാക്ഷം കൂടി അതിൽ ചേരണ സമയത്താണ്. അപ്പോൾ ആ ഒരു ഭാവമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ ആ അർജുനൻ അഹങ്കാരമൊക്കെ നീങ്ങി ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ച് സന്തുഷ്ടനായി എന്നാണ് പറയുക. അങ്ങനെയാണ് ഈ സന്താന ഗോപാലൻ കഥ പറയുക. അതിനുശേഷം പിന്നെ പറയണു, ഇങ്ങനെ അനേകം ലീലകൾ ആടിക്കൊണ്ട് അല്ലേ, ഭൂമിയിലേക്ക് എന്തിനാ വന്നത് ഭഗവാൻ? ഭൂമിയുടെ ഭാരം തീർക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഭഗവാൻ എന്തിനാ വന്നത് എന്ന് ചോദിച്ചാൽ ആചാര്യന്മാർ പറയും, നമുക്ക് ആർക്കും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കംസനെ വധിക്കാനാണോ, അതുമാത്രമാണോ ഭഗവാൻ ചെയ്തല്ല അല്ലെ? ഗോപികമാരെ അനുഗ്രഹിക്കാനാണോ, അതുമാത്രമല്ല ചെയ്തത്. മഹാഭാരത യുദ്ധത്തിലൂടെ ആ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണോ? പക്ഷെ അത് മാത്രം ചെയ്താൽ പോരെ, വേറെ എന്തൊക്കെ ലീലകൾ ഭഗവാൻ ആടി. അപ്പോൾ ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ ഇത്ര മാത്രം പറയാം, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഭക്തന്മാരെ അനുഗ്രഹിക്കാനും. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു കാരണം തെരഞ്ഞിട്ട് ആൾക്കാർക്ക് മോക്ഷം കൊടുക്കുക. ഇതാണ് ഭഗവാന്റെ പണി കൃഷ്ണാവതാരത്തിൽ. അല്ലെ, ഭഗവാന് തിടുക്കാണ് മോക്ഷം കൊടുക്കാൻ. അപ്പോൾ ദുഷ്ടനായിട്ടാണ് വരുന്ന വെച്ചാൽ ദുഷ്ടത്തരം കാരണം ആ നിഗ്രഹിച്ചിട്ട് മോക്ഷം കൊടുക്കണു. ഭക്തനായിട്ടാണ് വരുന്ന വെച്ചാൽ സന്തോഷിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് മോക്ഷം കൊടുക്കണു. എന്തെങ്കിലും കാരണം തെരഞ്ഞിട്ട് മോക്ഷം കൊടുക്കുക, അതാണ് കൃഷ്ണാവതാരത്തിന്റെ ലക്ഷ്യം എന്നാണ് പറയുക. എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന ആ സമയത്ത് നാരദാദി മഹർഷീശ്വരന്മാരൊക്കെ അവിടെ വന്നിട്ട് ഭഗവാന്റെ കൂടെ വസിച്ചിരുന്നു. എങ്ങനെയാണ് നാരദ മഹർഷിക്ക് അവിടെ വന്ന് വസിക്കാൻ പറ്റി? അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയല്ലേ? പണ്ട് നമ്മൾ പറഞ്ഞതാണ്, ദക്ഷന്റെ ശാപം കാരണം നാരദ മഹർഷിക്ക് ഒരു സ്ഥാനത്ത് ഒരുപാട് സമയം നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ദ്വാരകയിൽ എങ്ങനെ വന്ന് താമസിച്ചു എന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല. അപ്പോൾ ഭക്തന്മാരെ ഒരു ക്ഷേത്രത്തിലേക്ക് പോണതിന് മുൻപ് പാതുകങ്ങൾ പുറത്ത് വെച്ചിട്ടല്ലേ ഉള്ളിലേക്ക് കിടക്കുന്നത്. അതേപോലെ നാരദ മഹർഷി ശാപം അവിടെ പുറത്തഴിച്ചു വെച്ചിട്ട് ഉള്ളിൽ ചെന്നു എന്നാണ്. ഭഗവോന്മുഖമായിട്ടുള്ള ആ കർമ്മം ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ബാധിക്കണില്ല എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ അദ്ദേഹം ആ ദ്വാരകയിൽ വസിക്കുന്ന സമയത്താണ് ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവര് അവിടെ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ജ്ഞാനോപദേശം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ ആ മിത്രമായിട്ടുള്ള ഉദ്ധവര്, മന്ത്രിയായിട്ടുള്ള ഉദ്ധവര്, ആ ഉദ്ധവർക്കും അതെ, താൻ സ്വധാമഗമനത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ ഭഗവാൻ ഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ അറിവൊക്കെ നേടിയതിന് ശേഷം ആ ഉദ്ധവര് പിന്നീട് ബദര്യാശ്രമത്തിലേക്ക് വന്നു. ലോക മംഗളത്തിനായും കൊണ്ട് ഇന്നും അവിടെ തപസ് ചെയ്യണു എന്നാണ് പറയുക. ഇങ്ങനെയുള്ള ഈ കൃഷ്ണാവതാരം എന്നുള്ള ഈ ഒരു കഥ, ഈ ഒരു ഭാഗം അല്ലേ, കൃഷ്ണലീലകൾ എന്ന് പറഞ്ഞാൽ എത്ര സമയം ചെന്നാലും ശരി, എത്ര നൂറ്റാണ്ടുകൾ ചെന്നാലും ശരി, ഇന്നും ആ മോഹകമായിട്ടുള്ള അല്ലെ, മനസ്സിനെ കീഴടക്കുന്ന രീതിയിലുള്ള ലീലകളാണ്. അത് പല ഭാവത്തിൽ എവിടെ പറയുന്നുണ്ട്, സ്നേഹത്തോടു കൂടിയാണ് യശോദ മുതലായിട്ടുള്ള ആ ഗോപികൾ അവരെ ഭഗവാനെ സമീപിച്ചത്. കാമത്തോടു കൂടിയാണ് ഗോപികമാര്, ദ്വേഷത്തോടു കൂടിയാണ് ശിശുപാലൻ മുതലായവര് അല്ലെ, ഭയത്തോടു കൂടിയാണ് കംസൻ. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഏത് ഭാവത്തിൽ സമീപിച്ചാലും ആ ഭാവത്തിൽ നിന്നും കൊണ്ട് അവരെ അനുഗ്രഹിച്ചിട്ടുള്ള ആ ഒരു സ്വരൂപം അല്ലെ, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥകളാണ് കൃഷ്ണാവതാരത്തിലെ കഥകൾ. അത് കാരണം തന്നെ നമുക്ക് ഭഗവാൻ അപ്പൊ ശ്രീഹരിയുടെ ഒരു സ്വരൂപം മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ കൃഷ്ണൻ എന്നുള്ള ഭാവം വരുന്ന അത്ര വേഗത്തിൽ മറ്റുള്ള ഭാവം നരസിംഹോ അല്ലെങ്കിൽ ശ്രീരാമനോ ഒന്നും വന്നോളണമെന്നില്ല. അത്രയും മനസ്സിനെ കീഴടക്കുന്ന രീതിയിലുള്ള ആ ഭാവം, അങ്ങനെയുള്ള ലീലകൾ ആടിയിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അടിയന് ഭക്തി വർദ്ധിക്കാനായും കൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണാവതാര ലീലകൾ മുഴുവൻ ഈ ഒരു അധ്യായത്തോടു കൂടി സമർപ്പിക്കുകയാണ് എന്നുള്ള ഭാവത്തിൽ ഉപസംഹരിച്ചും കൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം സമർപ്പിക്കുന്നത്. ഈ പുണ്യ വൈശാഖ മാസത്തിൽ നമുക്കും ഈ ദശകം സമർപ്പിക്കാം. പറഞ്ഞ പോലെ തന്നെ ഇനി കൃഷ്ണാവതാര കഥകൾ നമ്മൾ കേൾക്കില്ല. 91 തൊട്ട് പിന്നെയുള്ള ആ ഭാഗങ്ങൾ ഭഗവാൻ ഉദ്ധവരെ ഉപദേശിക്കണ ആ ഭാഗം, ഏകാദശ സ്കന്ധത്തിലെ ആ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും കൃഷ്ണലീലകൾ എന്ന് പറയാനുള്ള ഭാഗത്തിന് ഇനി കഥകളില്ല നാരായണീയത്തിൽ.
എന്തായാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ 88ാമത്തെ ദശകം വരെ നമുക്ക് ഈ ഒരു ഭാവത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു. ഈ ഒരു ദശകവും അതെ ഭഗവാന്റെ കാൽക്കൽ ഇതുവരെ ചെയ്തതുപോലെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ ശ്രമിക്കാം. സജ്ജനങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയാ സ്वीयषट्सूनुवीक्षां काङ्क्षन्द्या मातुरुक्त्या सुतलभुवि बलिं प्राप्य तेनार्पितं स्वां धातुशापाधिरण्यान्वितकशिपु भवान् शौरिजान् कंसभग्नान् आनीयैनान् प्रदर्श्य स्वपदमनयथा पूर्वपुत्रान् मरीचे. श्रुतदेव इति श्रुतं द्विजेन्द्रं बहुलाश्वं नृपतिं च भक्तिपूर्णं युगपत्वमनुग्रहीतु कामो मिथिलां प्रापिथ तापसैः समेत. गच्छन् द्विमूर्तिरुभयोर्युगपन्निकेतम् एकेन भूरि विभवैर्विहितोपचार अन्येन तद्दिनभृतैश्च फलौदनाद्यै तुल्यं प्रसेदिथ ददाथ च मुक्तिमाभ्यां. भूयोऽथ द्वारवत्यां द्विजतनयमृतिं तत्प्रलापानपि त्वं को वा दैवं निरुन्ध्यादिति किल कथयन् विश्ववोढाप्यसोढा. जिष्णोर्गर्वं विनेतुं त्वयि मनुजधिया कुण्ठितं चास्य बुद्धिं तत्त्वारूढां विधातुं परमतमपदप्रेक्षणेनेति मन्ये. नष्टाष्टास्य पुत्रा पुनरपि तव तूपेक्षया कष्टवाद स्पष्टो जातो जनानामथ तदवसरे द्वारकामारपार्थ. मैत्र्या तत्रोषितोऽसौ नवमसुतमृतौ विप्रवर्यप्ररोदं श्रुत्वा चक्रे प्रतिज्ञामनुपहृतसुतः सन्निवेक्ष्ये कृशानुं. मानी सत्त्वामपृष्ट्वा द्विजनिलयगतो बाणजालैर्महास्त्रै रुन्धानः सूतिगेहं पुनरपि सहसा दृष्टनष्टे कुमारे. यां यामैन्द्रीं तथान्यासुरवरनगरीर्विद्यया साद्य सद्यो मोघोद्योगः पतिष्यन् हुतभुजि भवता सस्मितं वारितोऽभूत्. सार्धं तेन प्रतीचीं दिशमनुजविनास्यन्दनेनाभियातो लोकालोकं व्यतीतस्तिमिरभरमथो चक्रधाम्ना निरुन्धन्. चक्रांशुक्लिष्टदृष्टि स्थितमथ विजयं पश्य पश्येति वारां पारे त्वं प्राददर्श किमपि हि तमसा दूरदूरं पदं ते. तत्रासीनं भुजङ्गाधिपशयनतले दिव्यभूषायुधाद्यैरावीतं पीतचेलं प्रतिनवजलदश्यामलं श्रीमदङ्गं. मूर्तीनामीशितारं परमिह तिसृणामेकमर्थं श्रुतीनां त्वामेव त्वं परात्मन् प्रियसखसहितो नेमिथ क्षेमरूपं. युवां मामेव द्वावधिकविवृतान्तर्हिततया विभिन्नौ सन्द्रष्टुं स्वयमहमहार्षं द्विजसुतान्. नयेतं द्रागेतानिति खलु वितीर्णान् पुनरमून् द्विजायादायादा प्रणुतमहिमा पाण्डुजनुषा. एवं नानाविहारैर्जगदभिरमयन् वृष्णिवंशं प्रपुष्णन्नीजानो यज्ञभेदैरतुलविहृतिभिः प्रीणयन्नेण नेत्रा. भूभारक्षेवदम्भात्पदकमलजुषां मोक्षणायावतीर्णः पूर्णं ब्रह्मैव साक्षाद्यदुषु मनुजदारूषितस्त्वं व्यलासि. प्रायेण द्वारवत्यामवृददयितदा नारदस्त्वद्रसाद्र तस्माल्लेभे कदाचित् खलु सुकृतनिधि त्वत्पिता तत्त्वबोधम्.
ഭക്താനാമഗ്രയായി സ ച ഖലു മതിമാനുദ്ധവസ്ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാനസാരം സ കില ജനഹിതായാധുനാസ്തേ ബദര്യാം സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതിസ്നേഹദ്വേഷാനുരാഗപ്രഭൃതിഭിരതുലൈ അശ്രമൈർയോഗഭേദൈ ആർത്തിം തീർത്വാ സമസ്താമമൃതപദമവു സർവദഃ സർവലോകാ സത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപദേ ഭക്തിപൂർത്തിयै ച ഭൂയാ. ഗുരുവായൂരപ്പ ശരണം.